കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ സമവായമുണ്ടായെങ്കിൽ നല്ലതെന്നും എന്തിന്റെ പേരിലാണെങ്കിലും കുട്ടിയുടെ അവകാശം നിഷേധിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. ഹിജാബ് വിവാദത്തിൽ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥിനിയുടെ പിതാവും ജനപ്രതിനിധികളും തമ്മിൽ ചർച്ചയ്ക്കൊടുവിൽ സമവായമായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത്. ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അതേസമയം സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെതിരെ സ്കൂൾ അധികൃതർ രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിമർശനം. ഈ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും അതെല്ലാം ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നും മന്ത്രി പ്രതികരിച്ചു. സ്കൂൾ NOC സംബന്ധിച്ച നിയമങ്ങൾ മാറിയത് മന്ത്രി അറിഞ്ഞില്ലേ എന്നാണ് ഇതിനോട് അധികൃതരുടെ ചോദ്യം. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പിതാവുമായി സ്കൂൾ അധികൃതർ ചർച്ച നടത്തും. അവധിക്ക് ശേഷം സ്കൂളിൽ നിന്ന് അധ്യയനം പുനരാരംഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വിദ്യാർത്ഥിനി ഇന്ന് സ്കൂളിലെത്തിയില്ല. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.